പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. 2022 ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണിത്. ഇടക്കാല പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയടക്കം 39 പേരാണ് മത്സര രംഗത്തുള്ളത്. റെനിൽ വിക്രമസിംഗയും പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയും തമ്മിലാണ് പ്രധാന മത്സരം. യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവായ വിക്രമസിംഗയ്ക്കാണ് മുൻതൂക്കമെന്നാണ് റിപ്പോർട്ട്. അദ്ദേഹം ഭരണമേറ്റെടുത്ത ശേഷമാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമുണ്ടായത്. യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവാണെങ്കിലും സ്വതന്ത്രനായാണ് വിക്രമസിംഗെ ഇക്കുറി മത്സരിക്കുന്നത്. 2022 പ്രതിഷേധങ്ങൾക്ക് തടയിടാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തേക്കാമെന്നാണ് വിക്രമസിംഗയുടെ പ്രതീക്ഷ. ഇന്ധനം, ആഹാരം, വൈദ്യുതി, ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങി എല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കൂടിയ പശ്ചാത്തലത്തിലായിരുന്നു ജനങ്ങൾ പ്രതിഷേധത്തിനിറങ്ങിയത്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സമാഗി ജനബലവേഗ സ്ഥാനാർത്ഥിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ സജിത് പ്രേമദാസ ആണ് എതിർ സ്ഥാനാർത്ഥി. തമിഴ് വംശജരുടെയടക്കം ശക്തമായ ജനപിന്തുണയുള്ള നേതാവാണ് സജിത് പ്രേമദാസ. ജീവിത ചെലവ് നിയന്ത്രിക്കാൻ നികുതി കുറയ്ക്കുമെന്നാണ് പ്രേമദാസയുടെ പ്രധാന വാഗ്ദാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ 8 ദശലക്ഷത്തിലധികം ജീവനക്കാർക്ക് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പരിരക്ഷ. അംഗത്വം എടുക്കാത്തവർക്ക് 400 ദിർഹത്തിലധികം പിഴ. കഴിഞ്ഞ ജനുവരിയിലാണ് രാജ്യവ്യാപകമായി തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നടപ്പാക്കിയത്. മനുഷ്യവിഭവ മന്ത്രാലയമാണ് പദ്ധതി നടപ്പാക്കിയത്. ഫ്രീ സോൺ തൊഴിലാളികൾ ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ ദേശീയ വിദേശ ജീവനക്കാർക്കും ഇൻഷുറൻസ് നിർബന്ധമാണ്. സ്വന്തം സംരംഭങ്ങളുള്ള ബിസിനസ് ഉടമകൾ, വീട്ടുജോലിക്കാർ, താൽക്കാലിക ജീവനക്കാർ, പ്രായപൂർത്തിയാകാത്തവർ, പുതിയ ജോലിയിലേക്ക് മാറുന്ന വിരമിച്ചവർ എന്നീ വിഭാഗങ്ങളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടാൽ നിശ്ചിത ദിവസം വരെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. 16,000 ദിർഹമോ അതിൽ കുറവോ അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് പ്രതിമാസം 5 ദിർഹമാണ് പ്രീമിയം തുക. ഇവർക്ക് നഷ്ടപരിഹാരം 10,000 ദിർഹം വരെ. 16,000 ദിർഹത്തിനു മുകളിൽ ശമ്പളമുള്ളവർക്ക് പ്രതിമാസ ഇൻഷുറൻസ് പ്രീമിയം 10 ദിർഹമാണ്. നഷ്ടപരിഹാരം 20,000 ദിർഹം വരെ. തുടർച്ചയായി 12 മാസം അംഗമായവർക്കാണ് നഷ്ടപരിഹാര തുക ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബി ഇന്ത്യ സെക്ടറിൽ ടിക്കറ്റ് നിരക്കുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് എത്തിഹാദ് എയർവേസ്. ഇന്ത്യയിലേക്കുള്ള സർവീസിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് തീരുമാനം. നാളെ വരെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് 20% വരെ ഇളവുകൾ ലഭിക്കും. ഒക്ടോബർ 1-നും 2025 മാർച്ച് 15-നും ഇടയിൽ യാത്ര ചെയ്യണമെന്ന് നിബന്ധനയുണ്ട്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എയർബസ് A380 മുംബൈ അബുദാബി സെക്ടറിൽ ആഴ്ചയിൽ 3 തവണ സർവീസ് നടത്തും. ഇത്തിഹാദ്.com വഴിയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത്. ഈ വർഷം ആദ്യം തിരുവനന്തപുരം, ജയ്പൂർ എന്നിവിടങ്ങളിലേക്ക് ഇത്തിഹാദ് സർവീസ് തുടങ്ങിയിരുന്നു. നിലവിൽ ഇന്ത്യയിലെ 11 ഗേറ്റ്വേകളിലേക്കാണ് ഇത്തിഹാദ് പറക്കുന്നത്. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യൻ യാത്രക്കാർക്ക് കണക്ടിവിറ്റി നൽകുന്ന മുൻനിര എയർലൈനാണ് ഇത്തിഹാദ്. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്ക് ഈ മാസം 26-ന് ഇത്തിഹാദ് സർവീസ് ആരംഭിക്കും. ഡിസംബർ 1-ന് ന്യൂഡൽഹിയിലേക്കും സർവീസ് ആരംഭിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. 2004-ൽ ഇത്തിഹാദ് മുംബൈയിലേക്ക് ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചപ്പോൾ ഇത് കമ്പനിയുടെ 8ാമത്തെ ആഗോള ലക്ഷ്യസ്ഥാനമായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തെ നഗരങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. രാജ്യം രൂപീകരിച്ച് 94 വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷമാണ് സൗദിയിലെങ്ങും നടക്കുന്നത്. സെപ്റ്റംബർ 23-നാണ് ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2 ആഴ്ച നീളുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 2 വരെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. സൗദി എയർഫോഴ്സ് 17 നഗരങ്ങളിൽ എയർ ഷോകൾ ആരംഭിച്ചിട്ടുണ്ട്. F-15 ടൈഫൂൺ, ടൊർണാഡോ വിമാനങ്ങളാണ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ജിദ്ദ കടൽ തീരത്ത് നാവികസേനയുടെ കപ്പൽ ബോട്ട് പരേഡുകൾ ഉണ്ടാകും. ദേശീയ വികാരം ഉണർത്തുന്ന 2 ദിവസത്തെ പരിപാടികൾക്കാണ് കിങ് അബ്ദുൾ അസീസ് കൾച്ചറൽ സെന്റർ സാക്ഷ്യം വഹിക്കുന്നത്. അൽസരിയ സ്ക്വയറിലെ കവാടത്തിൽ ശനിയാഴ്ച മുതൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.